ഷോ ഇതിനാണോ തൊട്ടു തൊട്ടില്ല എന്ന് പറയുന്നത്? ഇങ്ങനെയൊക്കെ ആരെയും ചെയ്യുമോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ചെയ്യും കേട്ടോ. ഫസ്റ്റ് ഓർഡറുമാണ്, അതേപോലെ നമ്മൾ ഈ ഒരു ഡിസൈൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ പിന്നെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ സെറ്റായി കൊടുക്കും. ഈ ഒരു ഡിസൈന് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു ബേക്കേഴ്സും ഇവിടെ ഉണ്ടാവില്ല. കുറേ ആൾക്കാരുടെ ഇങ്ങനെ സ്റ്റാറ്റസും പോസ്റ്റൊക്കെ ഇടുന്ന കാണുമ്പോൾ ഒരു ഇതാണ്, നമുക്കും ഇങ്ങനത്തെ ഓർഡറൊന്നും വന്നില്ലല്ലോ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സ്കൂൾ മേറ്റ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അവർ വിചാരിച്ച ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് അവർ അയച്ചു തന്നതും നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച ഡിസൈന് എന്താല്ലേ. അങ്ങനെ അവളെ മോളെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അവർ 2 ടയറിലായിരുന്നു സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടോപ്പിൽ കേക്കും ബോട്ടം ഡമ്മി വെച്ചിട്ടാണ് പറഞ്ഞത്. ബട്ട് അവർ കൺഫേം ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഡമ്മി അവൈലബിൾ അല്ലായിരുന്നു. നമ്മൾ കേക്കിൽ തന്നെ ചെയ്തു. 1 kg ടോളാക്കിയിട്ട് വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ കേക്ക് അവർ ഒരു 2 കേക്കിൻ്റെ റെഫറൻസ് വെച്ചിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ മാക്സിമം സെറ്റാക്കിയിട്ടുണ്ട്. ഇല്ല, അവരൊരു ഹാപ്പി ബർത്ത്ഡേന് ടോപ്പർ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്നോട് പറയാൻ സത്യം പറയുകയാണെങ്കിൽ എന്നോട് വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ പ്രിൻ്റ് കാര്യങ്ങളൊക്കെ ടോട്ടൽ ഫുള്ളും പ്രിൻ്റ് തന്നെയാണ്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ ഇല്ലേ, ആ കുഞ്ഞു ബട്ടർഫ്ലൈ, അതെന്തൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ സെറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. അങ്ങനെയൊന്നും നമുക്ക് ടോപ്പേഴ്സിൽ വരുന്നുണ്ടോ എന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഒന്നാമത് ടൈമും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലെ നമ്മളെ സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് പാക്കിംഗ് ആണ്. ഈ ഒരു വിങ്സും കൂടെ വരുമ്പോൾ നമുക്ക് ആ ഒരു ടൈപ്പിലുള്ള ബോക്സസ് അവൈലബിൾ അല്ല. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു കുഞ്ഞി ഹോള് ഇട്ടിട്ടുണ്ടാവില്ല 2 സൈഡിൽ. അപ്പോൾ അത് കസ്റ്റമറോട് പറഞ്ഞിട്ട് കസ്റ്റമർ അവരവിടെ നിന്ന് സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കേക്ക് എനിക്കും ഒരുപാട് ഇഷ്ടമായി, കസ്റ്റമർക്ക് അതിലേറെ ഇഷ്ടമായി. കസ്റ്റമർ റിവ്യൂ കൂടെ ഞാൻ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കേട്ട് വെക്കുക, നിങ്ങൾക്ക് ഇഷ്ടാവും. കേക്ക് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ല രസമുണ്ട്. ഞാൻ വിചാരിച്ച ഓരോന്നും വരൂലെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഇൻസ്റ്റ പേജിൽ കാണുന്ന ഈ ഒരു ലുക്കൊന്നും കിട്ടണമെന്നില്ല എന്ന് വിചാരിച്ചു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഭംഗിയുണ്ട്. ഹസ്ബൻഡിനൊക്കെ ഇഷ്ടമായി, നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മോക്ക് അത്രയും ഇഷ്ടം. അപ്പോൾ ബട്ടർഫ്ലൈ തീമും ഇതൊക്കെ ആയതുകൊണ്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. അതിന്റെ മുകളിലുള്ള ടോപ്പേഴ്സ് ഒക്കെ കണ്ടിട്ട് അപ്പം ഇങ്ങനെ സെറ്റിലായി. അപ്പോൾ നമ്മളുടെ ബൾക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഡ്രീം കേക്കിൻ്റെ ഓർഡറും ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 1 kg. സോ നമ്മളത് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതൊരു 1 kg ഡ്രീം കേക്കാണ് കേട്ടോ. മറ്റേതൊക്കെ നമ്മളുടെ സാധാ നോർമൽ ബൾക്ക് ഓർഡറാണ്. സോ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് നന്മണ്ടയിലേക്കായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എത്തിച്ചു. പിന്നെ ഓരോരുത്തരായിട്ട് വന്ന് കളക്ട് ചെയ്ത് പോയി. നോ ഡെലിവറി എന്ന് പറഞ്ഞിട്ട് എന്താ ഡെലിവറി ചെയ്യുന്നതെന്ന് ചോദിക്കണ്ട. എടോ, എനിക്ക് പുറത്തൊക്കെ പോകാനുണ്ടാവില്ലേ, അപ്പോൾ അവർ എവിടെയെങ്കിലും നിന്ന് വന്ന് കളക്ട് ചെയ്യുന്നതാണ്. ഓക്കെ.